നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ഓഗസ്റ്റ് 12 ചൊവ്വ 2025. വാർത്തകളിലേക്ക്. ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കാൻ വൈസ് ചാൻസലർമാർക്ക് സർക്കുലർ അയച്ച ഗവർണർ നടപടി പ്രതിഷേധാർഹമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത്തരമൊരു അജണ്ട നടപ്പാക്കാനുള്ള വേദിയായി നമ്മുടെ സർവകലാശാലകളെ വിട്ടുകൊടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംഘപരിവാറിന്റെ അജണ്ടകൾക്കനുസരിച്ച് രാജ്ഭവനിൽ നിന്ന് പദ്ധതികൾ പുറപ്പെടുവിക്കുന്നുവെന്നും ഇത് ഭരണഘടനാ വിരുദ്ധമെന്നും തന്റെ പ്രസ്താവനയിൽ പിണറായി വിജയൻ പറഞ്ഞു. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനാചരണം കൂടാതെ മറ്റൊരു ദിനാചരണം വേണമെന്ന ആശയം സംഘപരിവാർ ബുദ്ധികേന്ദ്രങ്ങളാണെന്നും സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കാളിത്തവുമില്ലാത്ത ബ്രിട്ടീഷ് രാജിന് പാദസേവ ചെയ്തവരാണ് സ്വാതന്ത്ര്യ ദിനത്തെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ദില്ലിയിലെ എല്ലാ തെരുവുനായ്ക്കളെയും പിടികൂടണമെന്ന് സുപ്രീംകോടതി ഉത്തരവ്. പിടികൂടിയ തെരുവുനായ്ക്കളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണമെന്നും ഉത്തരവിൽ പറയുന്നു. നായ്ക്കളെ പിടികൂടാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കണം. കൂടാതെ ഇവരെ തടയുന്നവർക്ക് എതിരെ നിയമ നടപടി സ്വീകരിക്കാനും സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്. മൃഗസ്നേഹികൾ ഒന്നിച്ചാൽ കടിയേറ്റ കുട്ടികൾക്കുണ്ടായ നഷ്ടം നികത്താൻ ആകുമോ എന്നും കോടതി ചോദിച്ചു. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ നിലവിലുള്ള ABC ചട്ടങ്ങൾ അപ്രായോഗികമാണെന്ന് സുപ്രീം കോടതിയുടെ പരാമർശം ചൂണ്ടിക്കാട്ടി മന്ത്രി MP രാജേഷ്. കഴിഞ്ഞ 3 വർഷമായി താനിത് ആവർത്തി പറഞ്ഞിട്ടും മാധ്യമങ്ങൾ അത് അവഗണിച്ചെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. ABC ചട്ടങ്ങളിൽ അസംബന്ധമാണെന്നും തെരുവുനായ നിയന്ത്രണത്തിന് ഫലപ്രദമല്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചായി അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ വിശദീകരിക്കുന്നു. ബെപ്കോ ആപ്പുമായി ബന്ധപ്പെട്ട വീണ്ടും പ്രതികരണവുമായി എക്സൈസ് മന്ത്രി MP രാജേഷ്. സർക്കാർ നയം എക്സൈസ് മന്ത്രിയായ താൻ പറഞ്ഞു കഴിഞ്ഞുവെന്നും അതിനു മുകളിൽ ഒരു ഉദ്യോഗസ്ഥനും ഇല്ലെന്നും മാധ്യമങ്ങളോട് ചോദ്യങ്ങളോട് മന്ത്രി പ്രതികരിച്ചു. ഓൺലൈനായി മദ്യവിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കട്ടെ എന്ന് ബെപ്കോ MD ഹർഷിത അത്തല്ലൂരി വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണവും എത്തിയത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിന് മേൽ ഒരു നുള്ളു മണ്ണ് വാരിയിടാൻ പോലും പ്രതിപക്ഷം സമ്മതിക്കില്ലെന്ന് VD സതീശൻ. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഹാരിസിനെ ക്രൂശിക്കാനുള്ള ശ്രമം നടത്തിയത്. ഇതിൽ നിന്ന് ഇപ്പോൾ മന്ത്രി പിന്മാറിയെന്നാണ് അറിയുന്നത്. ആരോഗ്യമന്ത്രി വാശിക്കാരിയാണ്. ഹാരിസ് വിഷയത്തിൽ മന്ത്രി 4 തവണ നിലപാട് മാറ്റി. പലതവണ നിലപാട് മാറ്റിയ മന്ത്രി ഇനിയും മാറ്റുമോ എന്ന് സംശയമുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. കേരളത്തിലെ പ്രഗ്യാ സിംഗ് ഠാക്കൂർ ആണ് സിസാദാനന്ദൻ എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. ക്രിമിനൽ പ്രവർത്തനമോ MP ആകാനുള്ള യോഗ്യതയൊന്നും ഒരു MP ആയ എന്ന് കരുതി സഹാക്കളെ ജയിലിൽ അടച്ച് വിലസി നടക്കാമെന്ന് കരുതേണ്ടെന്നും MV ജയരാജൻ പറഞ്ഞു. K കരുണാകരന്റെ ശാപം ഏറ്റുവാങ്ങാത്ത ഒരാളാണ് VD സതീശൻ എന്ന് K മുരളീധരൻ. അതുകൊണ്ട് VD സതീശന്റെ പ്രൊമോഷന് ഭാവിയിലും തടസ്സമുണ്ടാകില്ലെന്നും K കരുണാകരന്റെ മനസ്സിൽ വേദന ഉണ്ടാക്കിയവർ പൊങ്ങേണ്ട സമയത്ത് ദേശീയപാത തകർന്നതുപോലെ താഴോട്ട് പതിക്കുകയായിരുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പാനി അവസരവാദിയാണെന്നും ഇത്രയും ശക്തമായി അവസരവാദം പറയുന്ന മറ്റൊരാളെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തപ്പോൾ പാമ്പാനി BJPക്കെതിരെ പറഞ്ഞു. ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതിയും അച്ഛന്മാർ കേക്കും കൊണ്ട് സോപ്പിടാൻ പോയി എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പാനി വിമർശിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന ഫാസിസ്റ്റ് സെക്രട്ടറിയാണെന്ന് സമാനമാണെന്ന് അതിരൂപത വിമർശിച്ചു. AK സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങിയ ശേഷമാണോ മെത്രാൻമാർ പ്രവർത്തിക്കേണ്ടതെന്നും അതിരൂപത ചോദിച്ചു. ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പാനി ശക്തമായി എതിർത്തിട്ടുണ്ടെന്നും എന്നാൽ ഛത്തീസ്ഗഡിൽ വിഷയം കേന്ദ്രം ഇടപെട്ടതിന് നന്ദി അറിയിച്ച നിലപാടിൽ മാറ്റമില്ലെന്നും അതിരൂപത വ്യക്തമാക്കി. തൃശൂർ വാൽപ്പാറയിൽ തേയിലത്തോട്ടത്തിൽ 7 വയസ്സുകാരനെ പുലി കടിച്ചു കൊന്നു. അസം സ്വദേശികളുടെ മകൻ മുർ ഗുജി ആണ് മരിച്ചത്. വാൽപ്പാറ വേവർലി എസ്റ്റേറ്റിൽ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. വൈകിട്ട് കടയിൽ പോയ കുട്ടിയെ കാണാതാവുകയായിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് കൂടത്തായി കൂട്ടക്കൊലക്കേസ് 1-ാം പ്രതി ജോളി ജോസഫിന്റെ ഹർജി തള്ളി. ഹൈക്കോടതി പുതിയ അഭിഭാഷകനൊപ്പം കുറ്റകൃത്യം നടന്ന സ്ഥലം സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് കോടതി തള്ളിയത്. വിചാരണ അന്തിമഘട്ടത്തിൽ എന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഈ ആവശ്യം നേരത്തെ വിചാരണ കോടതി തള്ളിയതിനെ തുടർന്നാണ് ജോളി ഹൈക്കോടതിയെ സമീപിച്ചത്. ബന്ധുക്കളായ 6 പേരെ കൊലപ്പെടുത്തിയെന്ന കേസിലെ മുഖ്യപ്രതിയാണ് ജോളി ജോസഫ്. കോതമംഗലത്തെ സോനയുടെ ആത്മഹത്യയിൽ പ്രതികരിച്ച് കത്തോലിക്ക കോൺഗ്രസ്. സോനയുടെ മരണം KS ANC അന്വേഷിക്കണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. വിവാഹ വാഗ്ദാനം നൽകിയും ഭീഷണിപ്പെടുത്തിയും മതം മാറ്റാൻ ശ്രമിച്ചുവെന്ന സോനയുടെ കത്തിലെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണെന്നും പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിക്കുന്ന സംഘടിത ലോബി കേരളത്തിലുണ്ടെന്ന വാദത്തിന് ശക്തി പകരുന്നതാണ് സോനയുടെ കത്ത് എന്നും കത്തോലിക്ക കോൺഗ്രസ് ആരോപിക്കുന്നു. മതേതരത്തിന് ഭീഷണിയാകുന്ന എല്ലാ പ്രവണതകളെയും ഒരുപോലെ എതിർക്കാനുള്ള ആർജവം രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കണമെന്ന് സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ ആവശ്യപ്പെട്ടു. കോതമംഗലത്തെ TTC വിദ്യാർത്ഥിനി സോനയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സഭയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. വയനാട് തൊണ്ടർനാട് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ അഴിമതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം. തട്ടിപ്പിനെക്കുറിച്ച് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അഴിമതിയിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് നടപടി. നിലവിൽ തൊണ്ടർനാട് പോലീസാണ് തട്ടിപ്പ് കേസ് അന്വേഷിക്കുന്നത്. CPM ഭരിക്കുന്ന തൊണ്ടർനാട് പഞ്ചായത്തിലാണ് 2 വർഷത്തിനിടെ 2.5 കോടി രൂപയുടെ അഴിമതി കണ്ടെത്തിയത്.
മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് 2 പേർ മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി മൈക്കിൾ ജോസഫ് എന്നിവരാണ് മരിച്ചത്. 5 പേർ ഉണ്ടായിരുന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. 3 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നിർമ്മാതാവ് സജി നന്ദ്യാട്ടൻ രാജിവെച്ചു. സംഘടനത്തിലുള്ള ചിലരുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്നാണ് രാജി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവാദങ്ങൾ സജി നന്ദ്യാട്ട് സാന്ദ്ര തോമസിനെ പിന്തുണച്ചിരുന്നു. 6000 കോടി രൂപയുടെ അധിക വായ്പയ്ക്ക് അനുമതി നേടി ധനമന്ത്രി KN ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രിക്ക് കത്തയച്ചു. ദേശീയപാത വികസനത്തെ ഏറ്റെടുത്ത ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് കിഫ്ബി വഴിയെടുത്ത വായ്പ സംസ്ഥാനത്തിന്റെ കടപ്പുരയിൽ നിന്ന് വെട്ടിക്കുറച്ചെന്ന് ഈ വകയിലാണ് അധിക വായ്പ ആവശ്യപ്പെടുന്നത്. പത്തനംതിട്ട റാന്നിയിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ ആശുപത്രിക്കെതിരെ ഗുരുതര കണ്ടെത്തൽ. ചികിത്സാ പിഴവ് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രിക്കും ഡോക്ടർക്കുമെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കേസെടുക്കാൻ ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. മാതാപിതാക്കൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം നൽകാനും ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. റാന്നി മാർത്തോമ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം കുട്ടി മരിച്ചെന്ന പരാതിയിൽ അന്വേഷണം നടത്തിയ ശേഷമാണ് കമ്മീഷന്റെ ഈ ഉത്തരവ്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പരിഹസിക്കാനായിരുന്നു ഇടതു മുന്നണികൾ ശ്രമിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം ജയിച്ച ശേഷം അത് അംഗീകരിക്കാനാവാത്ത മാനസികാവസ്ഥയിലേക്ക് അവർ മാറിയെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. തോറ്റ് തുന്നം പാടിയിട്ടും ജനങ്ങളെ പല്ലിളിച്ച് കാണിക്കുകയാണെന്ന് LDFും UDFും ചെയ്യുന്നതെന്നും K. സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. വയനാട് MP പ്രിയങ്ക ഗാന്ധിയെ കാണാനെന്ന് പോലീസിൽ പരാതി. BJP പട്ടികവർഗ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് മുകുന്ദൻ പള്ളേറെയാണ് വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. 3 മാസമായി കാണലെന്നാണ് പരാതി. നേരത്തെ കേന്ദ്രമന്ത്രിയും തൃശൂർ MPയുമായ സുരേഷ് ഗോപിയെ കാണാനുള്ള പരാതിയുമായി KSU നേതാവ് രംഗത്തെത്തിയിരുന്നു. കോതമംഗലത്ത് 23-കാരി ആത്മഹത്യാ സംഭവത്തിൽ നടന്നത് ലവ് ജിഹാദ് എന്ന് BJP. കേരളത്തിൽ പലയിടത്തും സമാനമായ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നും സംഭവത്തിൽ നീതിയുക്തമായ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. ലവ് ജിഹാദിന് ഇരയാകുന്ന കേരളത്തിലെ അവസാനത്തെ പെൺകുട്ടിയാണ് കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത സോനയെന്ന് PK കൃഷ്ണദാസ്. മതഭീകരവാദികൾ പ്രണയം നടിച്ച് പെൺകുട്ടികളെ വശത്താക്കുന്നുവെന്നും ആയിരക്കണക്കിന് സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട കൂടൽ യുവാവിനെ അയൽക്കാരനായ സുഹൃത്ത് കുത്തിക്കൊന്നു. കൂടൽ പയറ്റുകാലയിൽ താമസിക്കുന്ന 40 വയസ്സുള്ള രാജനാണ് കൊല്ലപ്പെട്ടത്. അയൽക്കാരനായ ആനിയാണ് കേസിൽ പിടിയിലായത്. സംഭവശേഷം ഉള്ളിൽ പോയ പ്രതിയെ വൈകിട്ടോടെ പോലീസ് പിടികൂടി. മദ്യപിച്ചുള്ള തർക്കത്തിന്റെ കൊലപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ. ഇസാ ബാങ്കിന്റെ ജബൽപൂരിനടുത്ത് വിറ്റോള ശാഖയിൽ പട്ടാപ്പകൽ വൻ കൊള്ള. 6 പേരടങ്ങിയ ആയുധധാരികളായ സംഘം ബാങ്കിലെ ജീവനക്കാരെ തോക്കുകൊണ്ട് ഭീഷണിപ്പെടുത്തിയ ശേഷം ബാങ്കിൽ നിന്ന് 14,875 ഗ്രാം സ്വർണവും 5.7 ലക്ഷം രൂപയും കവർന്നു. കൊള്ളയ്ക്ക് ശേഷം മിനിറ്റുകൾക്കുള്ളിൽ സംഘം ഇവിടുന്ന് കടന്നു. 3 ബൈക്കുകളിലെത്തിയ ഇവർ ഹെൽമെറ്റ് വെച്ച് മുഖം മറച്ചിരുന്നു. കൊള്ളസംഘം എത്തിയ സമയത്ത് ബാങ്കിൽ സുരക്ഷാ ജീവനക്കാർ ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനാധിപത്യത്തെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ. വോട്ടർ പട്ടിക ക്രമക്കേടിൽ വിവാദ പരാമർശം നടത്തിയ കർണാടക സഹകരണ വകുപ്പ് മന്ത്രി KN രാജേന്ദ്രയ്ക്കെതിരെ കടുത്ത നടപടിയെടുത്തു കോൺഗ്രസ്. യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി വമ്പൻ പരിഷ്കരണമായി ഇന്ത്യൻ റെയിൽവേ. ചില റൂട്ടിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കുന്നതായി എയർ ഇന്ത്യ. സെപ്റ്റംബർ 1 മുതൽ ദില്ലിക്കും വാഷിംഗ്ടൺ DC-ക്കും ഇടയിലുള്ള സർവീസുകളാണ് നിർത്തുന്നത്. പ്രവർത്തന കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. വിശ്വസ്തയും സമഗ്രതയും ഉറപ്പാക്കുന്നതിനെതിരെ ആണ് ഇത്തരമൊരു തീരുമാനമെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. ഫിലിപ്പീൻസിൽ കപ്പലിനെ പിന്തുടർന്ന് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ചൈനീസ് കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണ കപ്പൽ ചൈനീസ് നേവിയുടെ യുദ്ധക്കപ്പലിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ആൾനാശം ഉണ്ടായി വിവരമില്ല. എങ്കിലും ചൈനയുടെ 2 കപ്പലുകൾക്കും കേടുപാടുകൾ ഉണ്ടായി. അതേസമയം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇത് ചൈനയ്ക്ക് വലിയ നാണക്കേടുമായി. അമേരിക്കയുടെ ഉറ്റ സുഹൃത്തായ ഫിലിപ്പീൻസും ചൈനയും തമ്മിൽ സമുദ്രാതിർത്തിയുടെ പേരിൽ തർക്കമുണ്ട്. അമേരിക്കയിലെ ടെക്സാസിൽ സാരമായി ബാധിച്ച വെള്ളപ്പൊക്കത്തിൽ പുറത്തു വന്നത് 11.5 കോടിയിലേറെ വർഷം പഴക്കമുള്ള ദിനോസറിന്റെ കാൽപ്പാട്. ടെക്സാസിലെ നോർത്ത് വെസ്റ്റ് റാവഡ് കൗണ്ടിയിലാണ് അപൂർവ കണ്ടെത്തലെന്ന് അധികൃതർ വിശദമാക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.